ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നീരവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവവചനമായി നിൽക്കുവാൻ ഒരവസരം കൊടുത്തന്ന കർത്താവിന് സകല മഹത്വം അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി പത്രോസ് എഴുതിയ ലേഖനം, ഒന്നാം അധ്യായം 14, 15, 16 വാക്യങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വിശുദ്ധി ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വേണ്ടാത്ത, ഏറ്റവും താല്പര്യപ്പെടാത്ത ഒരു വിഷയമാണിത്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുക. അനുസരണമുള്ള മക്കളായെന്നുണ്ട്. എന്നിട്ട് അടുത്ത 16 വാക്യം പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. വേദപുസ്തകത്തിൽ കാണിച്ചിരിക്കുന്ന സത്യദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് താൻ വിശുദ്ധനാണ്, പരിപൂർണ വിശുദ്ധനാണ്. യശയ്യാ 6 അധ്യായത്തിൽ സറാഫുകൾ ആരാധിക്കുമ്പോൾ അവർ പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, അവൻ പരിശുദ്ധൻ. ആ വിശുദ്ധി അതേപോലെ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പുലർത്തുക ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നിവിടെ പറയുന്നു. എന്തുകൊണ്ട് നാം വിശുദ്ധരാകണം? ഏതിലെല്ലാം വിശുദ്ധരാകണം? അതിനെക്കുറിച്ച് ഒരു കോംപ്രിഹെൻസീവ് സ്റ്റഡി നടത്താനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന പ്രകാശനം പോലെ ഒരാലോചന പറയുവാനാണ് കൃപയിൽ ശരണപ്പെട്ട താല്പര്യപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് വിശുദ്ധിക്ക് യാതൊരു പ്രാധാന്യവുമില്ല. അത് സാരമില്ല, ദൈവം മനസ്സിലുള്ളവനല്ലേ, ദൈവം കരുണയുള്ളവനല്ലേ, ദൈവം കരുണ കാണിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞ് തങ്ങളുടെ പോക്കിനെ ന്യായീകരിക്കുന്ന, പലതിനും കണ്ണടയ്ക്കുന്ന ഒരു പ്രവണത ആത്മീയ മണ്ഡലത്തിലുണ്ട്. എന്നാൽ ഇവിടെ ദൈവദാസൻ പറയുന്നു, 14 വാക്യം, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപുള്ള കാലം, അതിനാണ് ഇവിടെ പണ്ട് അജ്ഞാനകാലം എന്ന് പറയുന്നത്. എന്തായിരുന്നു? അന്ന് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ കർത്താവിനെ അറിയാതിരുന്നപ്പോൾ നാനാവിധ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും നാം അധീനരായിരുന്നു. എഫെസ്യ ലേഖനം 4 അധ്യായം 17 മുതൽ 19 വരെ വായിച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ, ഞാൻ 19 വാക്യം പറയട്ടെ, അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ തങ്ങളെ തന്നെ ദുഷ്കാമത്തിന് ഏൽപ്പിച്ചവരായിരുന്നു. എന്നാൽ നിങ്ങൾ ഇനി അതുപോലെ ആകരുത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. അപ്പോൾ ദൈവജനം, ദൈവത്തിനുള്ളവർ എന്നും പറയുന്നവർ വിശുദ്ധരായിരിക്കണം. എന്തുകൊണ്ടാണ് വിശുദ്ധരാകേണ്ടത്? കുറച്ചൊക്കെ പോരെ നമ്മുടെ സൗഹൃദം, അങ്ങനെ പരിപൂർണ വിശുദ്ധരാകാനൊക്കെയോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നേ, അത്രയൊക്കെ പറ്റുമോ? ഈ പറയുന്ന പോലെ ആരുണ്ട് ജീവിക്കുന്നേ? ആരുണ്ട് പരിശോധന? ഒരിക്കൽ ഈ വിഷയത്തുള്ള ബന്ധത്തിൽ ഒരു സ്ഥലത്ത് പ്രസംഗിച്ച് കഴിഞ്ഞ് വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് സമയം എനിക്ക് ലഭിച്ചു. വർഷങ്ങൾക്ക് മുൻപാണ്. പ്രസംഗിച്ച് കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ
ബൈബിൾ സ്കൂൾ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങളെക്കുറിച്ച് ഒരല്പസമയം ഞങ്ങൾ ചർച്ച ചെയ്തപ്പോഴേ അവർ കാര്യം സമ്മതിച്ചു. പക്ഷേ ഒരു അടുത്ത ചോദ്യം, ആരുണ്ട് വിശുദ്ധർ, ആരുണ്ട് പരിപൂർണർ? ഇല്ല. അത് ഈ ചോദ്യം വരുന്നത് സ്വന്തം പാപത്തെ മറയ്ക്കാനാണ്, അല്ലെങ്കിൽ സ്വന്തം വീഴ്ചയെ മറയ്ക്കാനാണ്. ഇല്ലാവും ഞാനൊരുത്തൻ മാത്രമുള്ളപ്പം ദൈവം പറഞ്ഞു അവന് തോന്നി അവൻ മാത്രമേ ഉള്ളതാണ്. ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി 7000 പേർ ഇസ്രായേലിൽ എനിക്കുണ്ടാ, ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്ന് വ്യക്തമായി ദൈവവചനം പറയുന്നു. അപ്പോൾ വ്യാപകമായി അശുദ്ധിക്ക് കീഴ്പ്പെട്ട് ലോകം പോകുമ്പോൾ തനിക്കുള്ള വിശുദ്ധന്മാർ അവിടെ ഇവിടെ ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം. ദൈവം അവരെ അറിയുന്നു, അവരെ വിശുദ്ധിയിൽ നടത്തുന്നു. ഇന്നും സമ്പൂർണ്ണ ഈ വിശുദ്ധി സാധ്യമാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്പം ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് സാധ്യമാണ്. എന്തുകൊണ്ട്, അല്ലെങ്കിൽ നാം എന്തുകൊണ്ടാണ് വിശുദ്ധരാകേണ്ടത്? ഒന്നാമത്, നമ്മെ വിളിച്ചതേ വിശുദ്ധരാകാനാണ്. ഇവിടെ ജ്ഞാനകാലത്ത് അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ നമ്മളെ ദുഷ്കാമത്തിന് ഏൽപ്പിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന്, നമ്മെ സകല ധർമ്മത്തിൽ നിന്നും തീത്തോസ് ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്ന പോലെ നമ്മെ സകല ധർമ്മത്തിലുമായിരുന്ന സ്ഥാനത്ത് നിന്ന്, അനീതി വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് കർത്താവ് എന്തിനു വിളിച്ചു? എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നമ്മെ ലോകസ്ഥാപനത്തിന് മുൻപേ അവനിൽ തിരഞ്ഞെടുത്തു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം. ഇപ്പം ഇന്നത്തെ കാലത്ത് കല്യാണത്തിന് വായിച്ചു വരുന്ന ഒരു വാക്യമുണ്ടല്ലോ, 5-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ മുൻനിർത്തേണ്ടതിനും തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിനാണ് അവൻ നമ്മെ തിരഞ്ഞത്. അല്ലെങ്കിൽ ഒരുത്തൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞാൽ, അവനെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം തൻ്റെ സന്നിധിയിൽ അവൻ വിശുദ്ധനും നിഷ്കളങ്കനുമായിരിക്കണം. മാത്രമല്ല, യേശുക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് എങ്ങനെയും കുറേ കറയും ചുളുക്കവും എല്ലാമുള്ള പാട്ടവും മാലിന്യവും എല്ലാം ഒക്കെ അടങ്ങിയ കുറേ ഒരു അവിയൽ കൂട്ടത്തെ തിരഞ്ഞെടുക്കാനല്ല, പിന്നെയോ കറ ചുളുക്കമൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായിരിക്കാൻ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. 7-ാം വാക്യം, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. 23-ാം വാക്യം, സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളെ വിളിച്ച വിശുദ്ധനത്തോണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ എന്ന് പറയുമ്പോൾ അത് ഒന്നാമത് നമ്മെ വിശുദ്ധരാകുവാനാണ് കർത്താവ് വിളിച്ചത്, അശുദ്ധിക്കായിട്ടല്ല. അശുദ്ധിയിലും അധർമ്മത്തിലും പാപത്തിലും മലിനമോഹങ്ങളിലും വല്ലാത്ത വഴികളിലും ജീവിച്ചെന്ന് നമ്മെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവൻ്റെ രക്തത്താൽ നമ്മെ കഴുകി. യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞ പോലെ സകലവും പാപവും പോക്കി ശുദ്ധ രക്തത്താൽ കഴുകി.
വിശുദ്ധീകരിച്ചു, പാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ചു. അവർ തുടർന്നും വിശുദ്ധരായി ജീവിക്കണം. പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ തന്നെ 2-ാം അധ്യായം 9-ാം വാക്യം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. വിശുദ്ധ വംശം. അപ്പോൾ നമ്മെ വിളിച്ച ഇതിൻ്റെ ഉദ്ദേശം, നാം എന്തുകൊണ്ട് വിശുദ്ധരായിരിക്കണം? നമ്മെ വിശുദ്ധിക്കായിട്ടാണ് വിളിച്ചത്. വിശുദ്ധിക്കായിട്ട്. സ്വയമായി വിശുദ്ധരാകാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ നീതിപ്രവർത്തികളെല്ലാം കറവറിൻ്റെ തുണി പോലെയായിരുന്നപ്പോൾ കർത്താവായ യേശു തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് പാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ച് അവൻ്റെ സന്നിധിയിൽ നിർത്തിയത് മാത്രമല്ല, അന്നേരത്ത് മാത്രമല്ല, തുടർന്നും അവൻ്റെ വിശുദ്ധി നാം പ്രാപിക്കണം. മാത്രമല്ല, എന്തുകൊണ്ട് വിശുദ്ധരായി? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. നമ്മുടെ കർത്താവ് വിശുദ്ധിയിൽ ഭയങ്കരൻ, സാക്ഷാൽ പരിശുദ്ധൻ. അപ്പോൾ അവൻ വിശുദ്ധനെങ്കിൽ നാമും വിശുദ്ധരായിരിക്കണം. അതിന് യാതൊരു മാറ്റമില്ല. എന്തെങ്കിലും മാലിന്യം കലർന്നൊരു വ്യക്തിയല്ല നാം സേവിക്കുന്നത്. അവൻ പരിശുദ്ധൻ തന്നെയാണ്. അക്ഷരിക ഇസ്രായേലിനോടും വീണ്ടും വീണ്ടും മോശ പറയുമ്പോൾ മോശയിൽ കൂടെ വരുന്ന വാക്കിതാണ്, വിശുദ്ധരായിരിക്കണം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമായിരിക്കേണ്ടതിന് അവൻ തിരഞ്ഞെടുത്തു. അതേപോലെ അവരെക്കാൾ വിശേഷമായി ഒരു വിശുദ്ധ ജനത്തെ കർത്താവ് തിരഞ്ഞെടുത്തു. അതാ ദൈവസഭ. അവ കറയും ചുളുക്കവും വാട്ടവും കോട്ടവും മാലിന്യവും ഉള്ളവരല്ല, വിശുദ്ധരാണ്. മാത്രമല്ല, വേറൊരു പ്രധാന കാര്യമുണ്ട്. എന്തുകൊണ്ട് വിശുദ്ധരായിരിക്കണം? എന്നെ ഭയപ്പെടുത്തുന്ന വളരെ നടുക്കുന്ന ഒരു വാക്യം വേദപുസ്തകത്തിലുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. മലയാളത്തിൽ ശുദ്ധീകരണം എന്നും പറഞ്ഞ് ലൈറ്റായിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിലും തമിഴിലും മറ്റുമൊക്കെ വ്യക്തമായിട്ട് വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. ജീവിത വിശുദ്ധി പുലർത്താത്ത, അല്ലെങ്കിൽ വിശുദ്ധമായ പൂർണ്ണ വിശുദ്ധി ഇല്ലാത്ത ഒരു വ്യക്തിയും കർത്താവിനെ കാണുകയില്ല. വളരെ വ്യക്തമാണ്. ഞാൻ വിശുദ്ധനായില്ലെങ്കിൽ, അവൻ്റെ വിശുദ്ധി ഞാൻ പ്രാപിച്ചില്ലെങ്കിൽ ഈ കർത്താവിനെ കാണാൻ കഴിയത്തില്ല. അതിൻ്റെ മുകളിലത്തെ വാക്യം 10-ാം വാക്യം, എബ്രായ ലേഖനം 12-ാം അധ്യായം 10-ാം വാക്യം, അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. ശ്രദ്ധിക്കണം, അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. നമ്മുടെ വിശുദ്ധിയല്ല, അവൻ്റെ വിശുദ്ധി. ആ വിശുദ്ധി പ്രാപിച്ച് അവൻ്റെ സമാധാനം ആചരിച്ച് ആ വിശുദ്ധിയിൽ നിലനിന്നെങ്കിലേ കർത്താവിനെ കാണുകയുള്ളൂ. ഇന്നാ കർത്താവ് വരും ക്രിസ്തു യേശു വരുമെന്ന് എല്ലാ സ്റ്റേജുകളിലും കേൾക്കാം. പക്ഷേ അവൻ വരുമ്പോൾ അവനെ കാണണമെങ്കിൽ എനിക്കെന്ത് വേണം എന്ന് നാം പഠിപ്പിക്കുന്നുണ്ടോ? ദൈവവചനം പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും അവനെ കാണത്തില്ല. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും അല്ലെങ്കിൽ മാലിന്യവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന് കാണാം. അപ്പോൾ കർത്താവിനെ കാണണമെങ്കിൽ, കർത്തൃസന്നിധിയിൽ എത്തണമെങ്കിൽ അവൻ്റെ വിശുദ്ധി ഇല്ലാതെ ആർക്കും സാധ്യമല്ല. 2 പത്രോസ് 3-ാം അധ്യായത്തിൽ
അതിൻ്റെ 11 വാക്യം, ഇങ്ങനെ ഇവ ഒക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം എന്നെഴുതിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്ര നിർബന്ധമായ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു? നമ്മെ തിരഞ്ഞെടുത്ത അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയോടെ ജീവിക്കാനാണ്. അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ വിശുദ്ധനായി ദൈവത്തെ വെളിപ്പെടുത്താനാണ്. അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ നിന്ന് നമ്മെ തിരഞ്ഞെടുത്തത് അവന് വിശുദ്ധ ജനമായിരിക്കാനാണ്. അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ വിശുദ്ധി നാം പ്രാപിച്ചില്ല എങ്കിൽ, കർത്താവിൻ്റെ വിശുദ്ധി പ്രാപിച്ചില്ല എങ്കിൽ, അവനെപ്പോലെ വിശുദ്ധരായില്ല എങ്കിൽ അവനെ കാണുകയില്ല. മാത്രമല്ല വെളിപ്പാട് പുസ്തകത്തിൽ പിന്നെയും എഴുതിയിരിക്കുന്നു, 21-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ മനോഹരമായൊരു വാക്യമുണ്ട്. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായ യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. വ്യക്തമാണ് വഴി. അവനെ കാണുകയില്ല. വിശുദ്ധിയില്ലാതെ അവനെ കാണാൻ സാധ്യമല്ല. വിശുദ്ധിയില്ലാതെ അങ്ങോട്ട് കടക്കാനും സാധ്യമല്ല. അവൻ്റെ രാജ്യത്തിൽ മാലിന്യപ്പെട്ടവർക്ക് സ്ഥാനമില്ല. വാട്ടം മാലിന്യമുള്ള അവകാശത്തിനായിട്ടല്ല, വാട്ടം മാലിന്യമില്ലാത്ത അവകാശത്തിനായി തന്നെ ജനിപ്പിച്ചിരിക്കുന്നു ദൈവം പറയുന്നു. അപ്പോൾ നമ്മെ വിശുദ്ധരായിരിക്കാൻ വിളിച്ചു. നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്. വിശുദ്ധിയില്ലാതെ അവനെ കാണുകയില്ല. വിശുദ്ധിയില്ലാതെ അവൻ്റെ രാജ്യത്തിൽ കടക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ നാം എപ്പോഴും പത്രോസ് തൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ പറഞ്ഞ പോലെ നാം എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. കാരണം ദൈവദിവസത്തിൻ്റെ വരവ് കാത്തുകൊണ്ട് അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വിശുദ്ധിയോടെ ജീവിക്കാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതിനൊന്നും അത്ര പ്രസിംഗ് കൊടുക്കണ്ട, അത്ര നിർബന്ധിക്കണ്ട. സാരമില്ല. ഒന്നുകിൽ വിശുദ്ധർ അല്ലെങ്കിൽ അശുദ്ധർ. നാം ഏതിലൊക്കെയാണ് വിശുദ്ധരാകണ്ടേ? ഒന്നുകൂടെ ഞാൻ പറയുന്നു, നമ്മുടെ ലക്ഷ്യം, നമുക്ക് വെച്ചിരുന്ന ടാർഗറ്റ് നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധിയാണ്. ആ വിശുദ്ധി ഈ സ്വർഗത്തിൽ നിന്ന് പ്രാപിക്കുകയല്ല, ഈ ലോകത്തിൽ വെച്ച് തന്നെ ആ വിശുദ്ധി പ്രാപിച്ച് അവൻ്റെ വിശുദ്ധരായി ജീവിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് അവനെ സ്വീകരിപ്പാൻ ഞാൻ നിങ്ങൾ ഒരുങ്ങണം. അങ്ങനെയെങ്കിൽ ഏതിലൊക്കെയാണ് വിശുദ്ധരാകണ്ടേ? 1 തെസ്സലോനിക്കർ, ഞാൻ നേരത്തെ ആ വാക്യം വായിച്ചു, 5:23 പറയുന്നു, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അനന്യമായി വെളിപ്പെടും വണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ പ്രാണനിൽ, നമ്മുടെ ദേഹത്തിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസിയുടെ ആത്മാവും പ്രാണനും ദേഹവും അനന്യമായി ദൈവസ്ഥൽ വെളിപ്പെടും, കുറ്റമറ്റതായി. 2 കൊരിന്ത്യർ 7:1 ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതിനു മുൻപ് 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, വിട്ടുപോരുവീൻ, അവരിൽ നിന്ന് വേർപെട്ടു പോരുവീൻ, അശുദ്ധമായത് ഒന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ദൈവം അതിനക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. നാം അതിനെ അവഗണിച്ചാലും അല്ലെങ്കിൽ അത്ര ഗൗരവം കൊടുത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, ദൈവത്തിൻ്റെ പ്രമാണത്തിന് മാറ്റമില്ല. വിട്ടുപോരു, അശുദ്ധമായത് ഒന്നും തുടരുത്. സമൂലം നാം വിശുദ്ധരാകണം. അപ്പോൾ നമ്മുടെ ആത്മാവിൽ, നമ്മുടെ പ്രാണന്, നമ്മുടെ ദേഹത്തിൽ നാം വിശുദ്ധരാകണം. മാത്രമല്ല കർത്താവ് പറഞ്ഞായിരുന്നു,
ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലുണ്ട്. അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ദാവീദ് പ്രാർത്ഥിച്ചു, നിർമ്മലമായ ഹൃദയം സൂക്ഷിച്ച സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. അവന് മനസ്സിലായി ബത്ശേബയുടെ കാര്യത്തിൽ യോഗത്തിൽ വീഴ്ച പറ്റി. പിന്നെ പ്രാർത്ഥിക്കാൻ, എനിക്ക് നിർമ്മല ഹൃദയം തരണമേ. ഹൃദയവിശുദ്ധി, ശുദ്ധ ഹൃദയം. തീമോഥെയോസിന് 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ട് ശുദ്ധ ഹൃദയം. അപ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കണം. നമ്മുടെ ചിന്തകൾ, ഫിലിപ്പിയർക്കാർ പറഞ്ഞു, നാം എന്ത് ചിന്തിക്കണം? 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലുണ്ടല്ലോ, സത്യമായതെല്ലാം, കനമായതെല്ലാം, സൽകൃത്യമായതെല്ലാം, പോഴ്ചയായതെല്ലാം വിശുദ്ധമായത് മാത്രം. അധരങ്ങൾ, യശാപ്രവചനം 6-ാം അധ്യായത്തിൽ അവൻ ആ സറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗീയ ദർശനം കണ്ടപ്പോൾ അവൻ ഒരു വാക്യം പറഞ്ഞു, അയ്യോ ഞാൻ അശുദ്ധൻ, ഞാൻ നശിച്ചു, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ. നമ്മുടെ സംസാരം, നമ്മുടെ വാക്കുകൾ, വമ്പ് പറച്ചിൽ, അഹങ്കാരം പറച്ചിൽ, സ്വയം വെളിപ്പെടുത്തുക, ഇതെല്ലാം ശുദ്ധമായ വിശുദ്ധി ഉള്ള ഹൃദയത്തിൽ നിന്ന്, വിശുദ്ധിയുള്ള അധരങ്ങളിൽ നിന്ന് തനിക്ക് പോഴ്ചയുള്ള ഉദിച്ചു വാക്കും വരത്തില്ല. തന്നെ തന്നെ ഉയർത്തുന്ന, അവിടെ നാം പത്രോസിനെ വായിച്ചത്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി. അതിന് മുൻപ് വേറെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, മുൻപ് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ അതിനെ അനുകരിക്കരുത്. അജ്ഞാനകാലത്ത് വമ്പ് പറയും, ആത്മപ്രശംസ നടത്തും, തന്നെത്താൻ ഉയർത്തും, പലതും നമ്മുടെ വായിൽ നിന്ന് വരും. എന്നാൽ കർത്താവിനെ കണ്ടെത്തി കഴിയുമ്പോൾ, യേശു ക്രിസ്തുവിനുള്ളവരായപ്പോൾ അവരുടെ നാവിൽ നിന്ന് വിശുദ്ധ വചനങ്ങൾ മാത്രം. അധരവിശുദ്ധി, സ്തോത്രം. മാത്രമല്ല 15-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നില്ല, യഹോവയുടെ പർവ്വതത്തിൽ 6 കയറുമെന്ന് പറഞ്ഞേച്ച് അത് ഒരു വിവരണം കൊടുക്കുന്നുണ്ട്. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വെടിപ്പുള്ള കൈകളുടെ പ്രവൃത്തിയെല്ലാം വിശുദ്ധം. നമുക്കത് പറയാൻ കഴിയുമോ? ദൈവവചനം അങ്ങനെയൊക്കെ പറയും. നമുക്കിപ്പോൾ അതുപോലെ പാലിക്കാൻ പറ്റുമോ? പാലിച്ചില്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ്. നാം ഒത്തിരി എക്സ്ക്യൂസസ് പറയാറുണ്ട്, ഒത്തിരി ഒഴികഴിവുകൾ. പക്ഷേ ദൈവത്തെ അനുസരിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധരാകത്തുള്ളൂ. അങ്ങനെ പത്രോസ് പറഞ്ഞേ, അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും. അപ്പോൾ അനുസരണക്കേട് നമ്മൾ വന്നാൽ, ദൈവത്തോട്, ദൈവാത്മാവിനോട്, ദൈവവചനത്തോട് അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നാം വിശുദ്ധരാകുകയില്ല. മാത്രമല്ല, പത്രോസ് പറഞ്ഞ്, ഞാനങ്ങ് വേഗം പറഞ്ഞു വിടുകയാണ്. പത്രോസ് പറഞ്ഞത് എല്ലാ നടപ്പിലും വിശുദ്ധരാകാൻ. ജീവിതത്തിൻ്റെ സകല മേഖലകളിലും, കൊടുക്കൽ വാങ്ങൽ, ഇടപാടിൽ, ബന്ധങ്ങളിൽ, എല്ലാ രംഗത്തും വിശുദ്ധരാകണം. അല്ലേ? പാട്ട് പാടുമ്പോൾ മാത്രം, പ്രാർത്ഥിക്കുമ്പോൾ മാത്രം വിശുദ്ധരായാൽ പോരാ. നിത്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധനാണ്, ദൈവത്തിന് വേണ്ടി വേർപെട്ടവനാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കുകയും അത് ജീവിതത്തിൽ കൂടെ വെളിപ്പെടുകയും വേണം. എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും, വാക്കിൽ, നടപ്പിൽ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കർത്താവിൻ്റെ വിശുദ്ധി നമ്മൾ വെളിപ്പെടണം. ഇത് ലോകപ്രകാരം ബുദ്ധിമുട്ടാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ശരീരമോ ഉപദേശമോ തീത്തോസ് 2:8 പൗലോസ് തീത്തോസിനോട് പറഞ്ഞ് ഞാൻ വായിക്കാം. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും
ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവൻ ആയിരിക്കണം. ഉപദേശത്തിൽ നിർമ്മലത. ഇന്ന് കണി കാണാനുണ്ടോ? നിർമ്മലമായ ഉപദേശം, നിത്യതയിലെത്തിക്കുന്ന ഉപദേശം ഉള്ളവനായിരിക്കാം. നാം പഠിപ്പിക്കുന്നത് കലർപ്പുള്ളതാകരുത്. ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ വചനം പ്രസംഗിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. കുടുംബജീവിതത്തിൽ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്കാൻ നിർമ്മലവുമായിരിക്കട്ടെ എന്ന് എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ സാധാരണ വിവാഹങ്ങൾക്ക് കല്യാണങ്ങൾക്ക് പ്രസംഗിച്ച് കേൾക്കാറുള്ളതാണല്ലോ. ചുരുക്കി പറഞ്ഞാൽ പഴയ ആളുകൾ പറയും ഹൃദയവിശുദ്ധി, ആദരവിശുദ്ധി, കുടുംബവിശുദ്ധി, ആലയവിശുദ്ധി, ഇങ്ങനെ വിശുദ്ധിയെക്കുറിച്ച് ആഹാരവിശുദ്ധി, എല്ലാ നടപ്പിലും നാം വിശുദ്ധരാകണം. ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരാകണം. വിശുദ്ധജനമായിരിക്കേണ്ടതിന് നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തു. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കി ഇത് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം എന്തിനു വേണ്ടി ഇറങ്ങി? അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടുന്നു പറഞ്ഞ ലോകത്തിന് വേണ്ടിയോ, ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയോ, അതോ വേറെ ലോകം? കർത്താവ് പറഞ്ഞ പോലെ എൻ്റെ രാജ്യം മഹീയമല്ല. ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാനല്ല കർത്താവ് യേശുക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തത്. ഈ ലോകത്തിന് വേണ്ടി നേടാനല്ല, നോക്കാനുമല്ല യേശുക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തത്. ഈ ലോകത്തിന് ഒത്തോണം ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അതല്ല, വേറൊരു നിത്യമായതുണ്ടെന്നുള്ള സന്ദേശം നമുക്ക് തന്ന് ആ സത്യത്തിന് ഒത്തോണം നമ്മെ രൂപപ്പെടുത്തി അതിനായി നമ്മെ ഒരുക്കുവാനാണ്. ഒരിക്കലും ക്ഷയിക്കാത്ത ആ പാട്ടവും മാലിന്യവും നാശവും ഇല്ലാത്ത അവകാശത്തിനായിട്ടാണ് നമ്മെ ജനിപ്പിച്ചത്. അത് നമുക്ക് തരാനാണ്. നിത്യകാലം വിശുദ്ധനോടുകൂടെ വിശുദ്ധിയിൽ വാഴാൻ, നിർമ്മലരായി വാഴാൻ, നിത്യമായി വാഴാൻ അവൻ നമ്മെ തിരഞ്ഞെടുത്തതാണ്. ആകയാൽ വളരെ സകല അധ്വാനവും കഴിച്ച്, സകല ഉത്സാഹവും കഴിച്ച് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുകയാണ് നമുക്ക് ഈ നാളുകൾ ആവശ്യമുള്ളത്. മറ്റേ മനുഷ്യനെ അംഗീകരിക്കാനല്ല, അയാൾ ചെയ്ത പോലോ ഇയാൾ ചെയ്ത പോലോ ആ നേതാവ് ചെയ്ത പോലോ അല്ല, കർത്താവിനെ കണ്ടെത്തിയ ഓരോ വ്യക്തിയും. ഇന്ന് ലോകത്തിൽ പല കാരണമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് കാരണം അല്ലെങ്കിൽ ഓരോ ലേബൽ വെച്ച് ആ ലേബലുകാരൻ എന്ന് തിരിച്ച്, അതൊന്നും കർത്താവിനില്ല. അവനെ കണ്ടെത്തിയവർ, പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട, മോചനം പ്രാപിച്ച്, വിശുദ്ധീകരണം പ്രാപിച്ച് ജീവിക്കുന്നവർ, യേശുവിനായി വേർപെട്ട് ഓരോ ദിവസവും അവൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. നമുക്കറിയാമല്ലോ, നാം കുളിച്ച ഒരു ദിവസം കൊണ്ട് കുളി കഴിയുന്നില്ലല്ലോ. 10 ദിവസം കുളിക്കാതിരുന്നാൽ നമുക്കറിയാം എന്താ സംഭവിക്കാമെന്ന്. വിശുദ്ധീകരിക്കപ്പെട്ടവർ ഓരോ ദിവസവും ദൈവവചനത്താലും കർത്താവിൻ്റെ രക്തത്താലും ആ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ കൂടെ പോകുമ്പോൾ നാം ശുദ്ധീകരണം പ്രാപിച്ച് ഓരോ ദിവസവും അവൻ്റെ രക്തത്താലും അവൻ്റെ വചനത്താലും ശുദ്ധീകരണം പ്രാപിച്ച് അവൻ്റെ വചനത്തിന് വിരുദ്ധമായി ഒന്നും നമ്മൾ സംഭവിക്കാതെ വിശുദ്ധരായി നമ്മെ തന്നെ കാത്തുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ ചേർക്കാനാണ് യേശു ക്രിസ്തു വരുന്നത്. അതല്ലാതെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാനല്ല. തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട കാന്ത ശുദ്ധയും നിഷ്കളങ്കയുമായിരിക്കണം എന്ന കർത്താവിന് നിർബന്ധമുണ്ട്. അത് സാധിക്കണമെങ്കിൽ ലോകത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ വീഴ്ച വന്നേക്കാം, സംസാരത്തിൽ വീഴ്ച വന്നിരിക്കാം, പെരുമാറ്റത്തിൽ വീഴ്ച വന്നിരിക്കാം, രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്നാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് വീണ്ടും അതിൽ വീഴാതെ തന്നെ കാത്തുകൊണ്ട് കർത്താവിന് വേണ്ടി വേർതിരിഞ്ഞ് വിശുദ്ധിയോടെ നിർമ്മലതയോടെ അവൻ്റെ വരവിനായി ഒരുങ്ങാം. ചെറിയ കാര്യമല്ല, നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. അശുദ്ധി പ്രവർത്തിക്കുന്ന ആരും അവൻ്റെ രാജ്യത്തിൽ കടക്കത്തില്ല. ആകയാൽ വളരെ ജാഗ്രതയോടെ വിളിച്ച വിശുദ്ധനെത്തണം. അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായി, നിരപവാദ്യരായി, നിഷ്കളങ്കരായി, കുറ്റമറ്റവരായി, പരമാർത്ഥികളായി അവന് ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇത് നിസ്സാരമായി കാണരുതേ.
നമ്മുടെ ഭാവിയാണ്. നമ്മുടെ ന്യായീകരണങ്ങളൊന്നും ദൈവസന്നിധി വിലപ്പോകത്തില്ല. നാം പറയുന്ന ഒഴിവഴികളൊന്നും സിദ്ധാന്തങ്ങളൊന്നും ദൈവസന്നിധി വിലപ്പോവുകയില്ല. ദൈവം പറയുന്നത് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. പഴയ കാലത്തുണ്ടായിരുന്ന മോഹങ്ങളുടെ പുറകെ ഇനിയും പോകരുത്. പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ എന്നോട് ക്ഷമിക്കണം, എന്നെ ശുദ്ധീകരിക്കണം, നിർമ്മലനായി ജീവിപ്പാൻ കൃപ തരണം, നിന്റെ വിശുദ്ധിയിൽ എന്നെ സൂക്ഷിക്കണം, നിന്റെ വിശുദ്ധി എനിക്ക് പ്രാപിക്കണം. മാത്രമല്ല പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം തീയതി പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാം കത്തിയഴിയും, ഇതെല്ലാം പോവും, ഭൂമി അതിൻ്റെ പണികളും വെന്തുരുകും, എല്ലാം പോകും. പക്ഷേ ആ ദിവസത്തിനായി കാത്തുകൊണ്ട് എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കും എന്ന് അന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നും വിശുദ്ധിയോടെ 2 കൊരിന്ത്യർ നാം വായിച്ചത് 2 കൊരിന്ത്യർ 7:1 ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്ത് സംഭവിച്ചെങ്കിലും അതിനെ ഉപേക്ഷിച്ച് കഴുകൽ പ്രാപിച്ച് നിർമ്മലരായി പ്രാഗൽഭ്യത്തോടെ തിരുമുമ്പിൽ നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗപിതാവേ, ഞാൻ നല്ല സമയം ഞങ്ങൾ തിരുസലിൽ അടുത്ത് വരുന്നു. നാഥാ, വിശുദ്ധിയെക്കുറിച്ച് അല്പമായി ചിന്തിപ്പാൻ ഞങ്ങൾക്കിടയായി. ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. നാഥാ, അങ്ങയുടെ വിശുദ്ധി പ്രാപിച്ച് അങ്ങേ പോലെയായി, അങ്ങേക്കുള്ളവരായി, അങ്ങേ കണ്ട് അങ്ങയുടെ രാജ്യത്തിൽ അങ്ങോട്ടുകൂടി ഇരിക്കുവാൻ എല്ലാവരെ സഹായിക്കണമേ. ഞങ്ങൾ കേട്ടത് ഞങ്ങൾക്ക് ശിക്ഷാവിധി കാരണമാകാതെ അങ്ങയുടെ നിർമ്മലരായി, അങ്ങയുടെ വിശുദ്ധരായി തിരുസൽ ജീവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ആത്മീയവർത്തനത്തിന് കാരണമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലേക്കും ഇത് പകർന്നു നൽകുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.